യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, മരിയേ വാഴുക. എൻ്റെ പേര് മരിയ, ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 18/5/2023. ഞാൻ വളരെ കഷ്ടതയിലൂടെ സാമ്പത്തികമായി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മാതാവിൻ്റെ പത്രം കിടക്കുകയും അതുവഴി ഞാൻ പ്രാർത്ഥിക്കുകയും അങ്ങനെ മാതാവെ എന്നെ കൃപാസനത്തിലൊന്ന് എത്തിക്കുകയെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എന്നെ പുത്തൂര് ഇടവകയിൽ നിന്ന് ഒരു ചേച്ചി എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുക്കുകയും മാതാവിനോട് ഒട്ടിച്ചേർന്ന് ജീവിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ വീടിന് 12 കൊല്ലമായി ഞങ്ങൾ ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ മുടിയാതെ ജപ്തി നോട്ടീസ് വന്ന് കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ഉടമ്പടിയുടെ ഇതിൽ പങ്കെടുത്ത് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തുറക്കുകയും ഇരുമ്പാടമ്പഴ തകർക്കുകയും പറഞ്ഞതുപോലെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. അമ്മ എനിക്ക് സാധിച്ചു തന്നു. ഞാൻ 2-3 ദിവസം കൊണ്ട് ആ ആധാരം എടുക്കാനായിട്ട് അമ്മ എനിക്ക് വഴികാട്ടി തന്നു. അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു എനിക്ക് കിട്ടിയ അനുഭവം, എൻ്റെ ഭർത്താവിന് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ചുമയും പനിയുമായി ആസ്പത്രി കൂട്ടിയിട്ട് പോയി. ഒരു വിധത്തിലും ഒന്നും കഴിക്കാൻ പറ്റണില്ല. രാത്രിയായാൽ 110 ഡിഗ്രി പനി. അതെങ്ങനെ മാറുന്നു, എന്താ രോഗം എന്ന് കണ്ടുപിടിക്കാനും ഡോക്ടർമാർ പറയണില്ല. അവസാനം ജില്ലാ ആസ്പത്രിയിൽ തൃശ്ശൂർ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉപ്പ് കൊടുത്ത് വെള്ളം കൊടുത്ത് അവിടെ രോഗം എന്തെന്ന് കണ്ടുപിടിക്കുകയും 6 മാസം കൊണ്ട് ആ രോഗം മാറുകയും ചെയ്തു. ഇന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. മാതാവ് തന്ന അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ എൻ്റെ വീട് പണി വാർത്ത് കഴിഞ്ഞ് അങ്ങനെ കിടക്കുകയായിരുന്നു. ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞാൻ ജപമാല പിടിച്ച് 12 വർഷമായിട്ട് അതങ്ങനെ കിടക്കുകയായിരുന്നു. ഞാൻ ജപമാല പിടിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. കൊന്ത ചൊല്ലി റൂം മുഴുവൻ കൊന്ത ചൊല്ലി ഞാൻ നടക്കും. കാലത്ത് എഴുന്നേറ്റ് കൊന്ത ചൊല്ലി 5 മണിക്ക് എഴുന്നേറ്റ് കൊന്ത ചൊല്ലി ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് പള്ളിയിലേക്ക് ഓടും. എന്നും കുർബാനയ്ക്ക് പോകും. ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിപ്പോൾ നല്ലൊരു വീടായി ഞങ്ങൾക്ക് തന്നു മാതാവ്. എല്ലാത്തിനും കോടാനുകോടി നന്ദി. യേശുവേ പുകൾ, മരിയേ വാഴുക. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും ഞാൻ വരും. പത്രം വാങ്ങി ജില്ലാസ്പത്രിയുടെ മുമ്പിൽ പോയി നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവർക്കും കൊടുക്കും. 25 ചോറ് കാലത്തെണിച്ച് 5 മണിക്ക് ഉണ്ടാക്കി പൊതിഞ്ഞ് പാവപ്പെട്ടവർക്ക് ഞാൻ കൊണ്ടു കൊടുക്കും. കഴിയുന്ന വിധത്തിലെല്ലാം അവരെ സഹായിക്കും. വീട്ടിൽ വരുന്ന പിച്ചക്കാരെ ഞാൻ വെറുതെ വിടാറില്ല. അവർക്കും സഹായം ചെയ്യും. എനിക്കും ജോലിയൊന്നുമില്ല, ഞങ്ങളുടെ കുടുംബത്തിന് വരുമാന മാർഗമായിട്ടൊന്നുമില്ല. എന്നാലും മാതാവിനോട് പ്രാർത്ഥിച്ച് അന്നാന്ന് കിട്ടുന്ന എൻ്റെ ഭർത്താവിൻ്റെ ജോലി കൊണ്ട് ഞങ്ങൾ കുടുംബം പോറ്റുകയാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഞാൻ ഒട്ടും ദുഃഖം വിചാരിക്കാറില്ല. മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നു. യേശുവേ പുകൾ, മരിയേ വാഴുക. സങ്കീർത്തനം 56:8. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. മരിയ എന്ന ഈ മകള് പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ മാത്രം തങ്ങൾക്ക് ചെയ്ത കൃപകളാണ് തൻ്റെ ജീവിതത്തിൽ നടന്നത് എന്ന് ഇന്നിവിടെ ഏറ്റുപറയുകയാണ്. ദൈവത്തെ ആരാധിക്കുകയാണ് തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ. 10 വർഷമായിട്ട് തങ്ങൾക്ക് ബാങ്കിലായിരുന്നു ആധാരം. ജപ്തിയുടെ വക്കിൽ നിന്ന് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അതിനുള്ള വഴികൾ അമ്മ എനിക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെയാണ് വഴി അടഞ്ഞവൻ്റെ ജീവിതത്തിലുള്ള പുതിയ വഴികളാണ് ഉടമ്പടിയുടേതെന്ന് പറയുക. വാഗ്ദാന നാട് തേടിയുള്ള ജനതയുടെ യാത്രയിൽ അവർക്കൊത്തിരിയേറെ പ്രതിസന്ധികൾ, ജെറിക്കോ കോട്ടയുടെ സൈനിക ശക്തി, ജോർദാൻ നദി, അതുപോലെ തന്നെ ശത്രു രാജാക്കന്മാർ, ശത്രു രാജ്യങ്ങൾ, ഇതൊക്കെ ഇവർക്ക് തടസ്സങ്ങളായിരുന്നു. അതിനെയൊക്കെ തരണം ചെയ്തത് സാക്ഷ്യപേടകവുമായിട്ടുള്ള തങ്ങളുടെ യാത്രയിലൂടെയാണ്. പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ ചുമലിലേറ്റിക്കൊണ്ട് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ഓരോ കുടുംബവും തങ്ങളുടെ യാത്ര തുടരുന്നു. വർഷങ്ങളായിട്ട് തങ്ങൾക്ക് ലഭിക്കാത്തത്
അവർ അമ്മയിൽ നിന്ന് നേടിയെടുക്കുകയാണ്. അതിന് താൻ ചെയ്ത കാര്യങ്ങളുണ്ട്. എല്ലാ മാസവും താൻ കൃപാസന പത്രം കൊടുക്കുമ്പോൾ 25 ഊണ് അത് താൻ തന്നെ ഉണ്ടാക്കി എല്ലാവർക്കും കൊണ്ടു നടന്ന് കൊടുക്കും. ആളുകളെ കണ്ടുപിടിച്ച് കൊടുക്കും. ഏതെങ്കിലും ഒരു ട്രസ്റ്റിനെ ഏൽപ്പിക്കുകയല്ല. ആരെങ്കിലുമൊക്കെ ട്രസ്റ്റിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നു എന്ന് കേൾക്കുമ്പോൾ ആ ട്രസ്റ്റിനെ ഏൽപ്പിക്കുകയല്ല ചെയ്യുക. അതിന് വ്യക്തികളെ കണ്ടുപിടിച്ച് കൊണ്ടു നടന്ന് കൊടുക്കുന്നു. 12 വർഷമായി തങ്ങളുടെ ഭവനം പണി പൂർത്തിയാകാതെ കിടന്നത് അമ്മയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഓരോ മുറിയിലും കയറി ഇറങ്ങി നടന്ന് ജപമാലയും അതുപോലെ വെഞ്ചരിച്ച ഉപ്പ് ഇട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. തങ്ങൾക്ക് ആ ഭവനം പൂർത്തിയാകുവാനായിട്ട് ഉടനെ കഴിഞ്ഞു. തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗം എന്താണെന്നറിയില്ലാത്ത അവസ്ഥ, രോഗം കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദമാക്കി. അങ്ങനെ ഇന്ന് താനും കുടുംബവും ജീവിക്കുന്നത് പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് നൽകിയ പല കൃപകളെയും സ്മരിച്ചുകൊണ്ട് അതിന് നന്ദിയായിട്ട് ഇന്ന് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ജീവിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഉടമ്പടി അനുഭവം അത് മറ്റുള്ളവർക്ക് അവകാശമാകുവാൻ വേണ്ടി തങ്ങളുടെ സാക്ഷ്യങ്ങൾ ഏറ്റുപറയുകയാണ്. അതാണ് സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിലൂടെ ഓരോ വ്യക്തികളും ചെയ്യുക. നമ്മുടെ സാക്ഷ്യത്തിലൂടെ മറ്റുള്ളവർ ഈശോയെ കൂടുതൽ സ്നേഹിക്കണം. അങ്ങനെ നാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മുടെ ഒരു പങ്ക് നാം കൊടുത്തിരിക്കണം. അതാണ് നമ്മുടെ ഈ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുക. അപ്പോൾ നമുക്കും സന്തോഷിക്കാനിടയുണ്ട്. എൻ്റെ അമ്മയിലൂടെ എൻ്റെ ഈശോ എനിക്ക് ചെയ്ത കാര്യം അത് ഞാൻ ഈ അൾത്താരയിൽ പങ്കുവെച്ചതാണ്. ഇന്ന് എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ എനിക്കും അങ്ങനെ കൃപ ലഭിച്ചു എന്ന് നമുക്ക് നമ്മോട് തന്നെ അഭിമാനം തോന്നണം. അതിനു വേണ്ടിയിട്ട് ഓരോ സാക്ഷ്യാനുഭവങ്ങളും നമുക്ക് കൂടുതൽ കൃപ നൽകട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.